ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ മീൻ അച്ചാറിടുവാണേ. അപ്പം ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് മീൻ അച്ചാറിടുന്നതെന്നുള്ളത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ഇത് 2 കിലോ ചൂരയാണ് കേട്ടോ. മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി കുറച്ച് സമയത്തേക്കിന് അത് മാറ്റി വെച്ചിരിക്കുവാണേ. ആദ്യം ഉരുളിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അച്ചാറിനിടാനുള്ള കറിവേപ്പിലയെല്ലാം വറുത്ത് കോരി എടുക്കുവാണേ. അത് കഴിഞ്ഞ് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കൂടെ വറുത്ത് കോരി എടുക്കണം. മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട്. ഈ എണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നപ്പോഴത്തേക്കിനും ഇത് വേറൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടികളെല്ലാം ഈ ഒരു എണ്ണയിലായിരിക്കും കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനായിട്ട് ഇടുവാണ്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിനാവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനും കളറിനും അനുസരിച്ച് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വല്പം ഉലുവ പൊടിച്ചതും കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുവാണ്. മീൻ മസാല പുരട്ടിയപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഈ അച്ചാറിലൂടെ ഉപ്പിട്ട് കൊടുക്കാൻ. അതുകൊണ്ട് സ്വല്പം ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയാണ് അച്ചാറിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കുന്നത്. ഇത് 1/2 ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനും വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ റെഡിയാകാൻ കാത്തിരുന്നത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലായിരുന്നേ. അതുകൊണ്ട് വൈകുന്നേരമാണ് ചോറ് കഴിക്കാനെടുത്തത് കേട്ടോ. ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ടുള്ളത് മോര് കറിയും പിന്നെ ദാ ഈ ഒരു മീനച്ചാർ വേണേ. അപ്പം ഞാൻ ഏതായാലും ഇത് കൂട്ടി കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.